ഹേയ് ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സ് കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ സെയിം ഡിസൈൻ തന്നെ മുന്നേ ഞാനൊരു തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ്. നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയ ഒരു ഡിസൈനായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വരുന്ന പാച്ചസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് മെഷീനിൽ തന്നെ. ബീഡ്സ് വരുന്നതുകൊണ്ട് നീഡിൽ പൊട്ടാതെ ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കുറച്ച് ടൈം എടുക്കും, എന്നാലും നീറ്റായിട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഈ രീതിയിൽ വർക്ക് വരുന്ന പാച്ചസ് വെച്ചിട്ട് ഞാൻ വേറെയും ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ പാച്ചസ് നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തുണിയിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നെറ്റ് പോർഷൻ വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ കട്ട് ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുന്നതാവും നല്ലത്. പാൻറ് നോർമൽ പലാസോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഷോള് ഇതുപോലെ ഉൾവശത്തേക്ക് ബോർഡർ വരുന്ന രീതിയിൽ വൈറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തത്. പുറത്തേക്ക് ചെറിയൊരു പൈപ്പിംഗ് പോലെ വിസിബിൾ ആണ്. പിന്നെ അതിനുശേഷം ഈ വൈറ്റ് ബോർഡർ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് വൈറ്റ് പൈപ്പിംഗ് മാത്രമായിട്ട് മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോളിൻ്റെ 4 കോർണർ സൈഡിലായിട്ട് നമ്മൾ ഈ പാച്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.